തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ ഇവള് എന്നെക്കാളും ബെസ്റ്റ്. നെക്സ്റ്റ് എന്താ കരഞ്ഞിട്ട് കരഞ്ഞിട്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല. ഓ 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ അയ്യോ. ജാസിന് ആക്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇന്നൊന്ന് ആംഗ്രി ദേഷ്യമായി. ദേഷ്യം വന്നിട്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല, ആരുമില്ല. സൂപ്പർ ജാസി, സൂപ്പർ. സീരിയസ് ആയിട്ട് കിനാരത്തുമ്പി 2 ചെയ്യുന്നത് നീ അത് കാണ്. അത് ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ഇന്റിമേസി സീനോ ഒന്നുമില്ല. ആ കുട്ടി ആ ചരക്കന്ന് ഹി വാസ് ഓൺലി 17 years old. I was 23 then. ഞാൻ പറഞ്ഞു പേടിക്കടാ മോനെ, വാ വാ പേടിക്കരുത് വാ എന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ആ ഫിലിം. there is no sex in it. സോ നീ പേടിക്കാതെ കിനാരത്തുമ്പി 2 നീ തന്നെ ചെയ്യണം. ഇത് ഭയങ്കര എനിക്ക് എന്ത് ഒരേ ഒരു സ്റ്റൈലാ. തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു മാത്രമല്ല സ്റ്റൈൽ. എന്നെ ഇപ്പൊ ഈ കേട്ടാലും എനിക്ക് ഇത്രയ്ക്ക് വരില്ല. സൂപ്പർ. അയ്യോ. യുവർ മാരേജ് മുമ്പ് അതെങ്ങനെ നടന്നത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണം വേണ്ട, കല്യാണം എനിക്ക് കേൾക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാലൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയി, വാൾവൊക്കെ ഇതായിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായി കല്യാണം കഴിക്കണം എന്നുള്ളത് ഇതായി. ഞാൻ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് പിന്നെ കൂടുതൽ മനസ്സിലായത് നമുക്ക് ഒരിക്കലും ആ ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല. കാരണം നമ്മളൊരു പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട്, നമ്മുടെ മൈൻഡ് മുഴുവൻ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു പെൺകുട്ടിനെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാനേ പറ്റുന്നില്ല. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ പറ്റില്ല. നമുക്കൊരു എന്താ പറയുക, അവർക്കൊരു കുട്ടി വേണം, ഫാമിലി പോകണമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വീട്ടിൽ പറഞ്ഞിട്ട് നീ വീട്ടിൽ പറഞ്ഞോ, നമുക്ക് ലീഗലി ഇങ്ങനെ ഡിവോഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗലി ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി ഞങ്ങൾ. പക്ഷെ നിനക്കത് ഒരു റെഗ്രഷൻ ഇല്ലേ? നമുക്കിത് എന്തിനാ ചെയ്തത്? ഇപ്പോ നിന്റെ കാര്യം വിട്. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ കല്യാണം കട്ടിയാ കൂടാ, അത് സെക്കൻഡ് മാരേജ് ആവും. അതിന് എനിക്ക് റിഗ്രഷൻ ഉണ്ട്. എനിക്ക് റിഗ്രറ്റ് പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു റിഗ്രറ്റ് എനിക്ക് തോന്നിയില്ല. പിന്നെ തോന്നിയില്ലേ? അതായത് കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒരു കല്യാണം കഴിക്കാൻ കുട്ടിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും ഇപ്പോൾ ഞങ്ങൾ ഒരു റിലേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് മുമ്പൊരു കല്യാണം കഴിച്ച ആളാന്നുള്ളൊരു മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഉണ്ട്, വേണ്ടിയിരുന്നില്ല എന്നൊരു റിഗ്രറ്റ് എനിക്കുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ കുട്ടീനെ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സ്റ്റെക്ക് ഓൺ ചെയ്ത് വെക്കുന്നത്, അത് ഞാൻ കുട്ടീനെ ചെയ്യുന്ന വലിയൊരു ഉപദ്രവം കൂടി ആയി പോകില്ലേ. അപ്പം അതുകൊണ്ട് വേണ്ട, അവൾക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, ബെറ്റർ ഒരു ലൈഫ് കിട്ടട്ടെ എന്ന രീതിയിൽ അങ്ങനെ ഡിവോഴ്സ് ആയി പോയതാണ്. ഇത് എപ്പോഴാണ് എൻ്റെ ഈ മാരേജ് ആയത്? ഞാൻ ദുബായിലുള്ള സമയത്ത്. ദുബായിൽ നിന്ന് ഏത് വർഷം? 2000 എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 years മുമ്പ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രക്ക് സീരിയസ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട്, ഓഫ്കോഴ്സ് ആശി നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു വെൽവിഷറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ആഷിനോട് എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഓക്കെ അത് നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട, ആ ഒരു മൈൻഡായിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്സ് ആയി പോലെ നിൽക്കുന്നത് ഞങ്ങൾ ആ സമയത്തൊക്കെ. അതന്നെ ഞാൻ ഇപ്പൊ ചോദിച്ചത്. നിനക്ക് അങ്ങനെ ആയുമ്പോ അവന് വിട്ടുകൊടുത്തല്ലേ, അപ്പോ അവന്റെ ഉമ്മ കേൾക്കുന്ന മാതിരി നീ വിട്ടുകൊടുത്താലോ? എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം. ഒരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇവൻ അവനക്കും അറിയണ്ടായിരിക്കും. പക്ഷെ അവന് അങ്ങനെ അല്ലല്ലോ. അവനിപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ ആ ലൈഫ് മുന്നോട്ട് പോയാലോ, അല്ലെങ്കിൽ എനിക്ക് പിന്നെ തിരിച്ച് ആശിനെ കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയും ഒരു മൈൻഡ് എനിക്കുണ്ട്. മീൻസ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെ സ്നേഹിക്കണം. വേറെ ആൾക്കാരെ കൂടെ ഒരു ഇതാവുമ്പോൾ എനിക്ക് പേഴ്സണലി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പൊസിറ്റീവ്നെസ് എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. ഈവൻ ആശയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടെ നമ്മളെ ആൾ നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്.
മാക്സിമം ഇത് ട്രാൻസ് പീപ്പിൾ ഞാൻ കാണുന്നുണ്ട്. അതർ ജെൻഡേഴ്സിൽ ഇങ്ങനെ എത്ര പ്രോബ്ലം ഒന്നുമില്ല. അവർ ഓക്കെ, ഫസ്റ്റ് വൈഫ് സെക്കൻഡ് വൈഫ് ഉണ്ട്, ഓക്കെ എന്ത് ചെയ്യാനാണ് പോവും. പക്ഷേ നിങ്ങൾ ട്രാൻസ് വിമൻ ആർ ലൈക്ക് സോ പൊസസീവ്. അത് അവരത്രയും മനസ്സറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എവിടെ നിന്നും അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതലേ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും. ഇവൻ ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു കല്യാണത്തിന് പോലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു മോശമാവും, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണെന്ന രീതിയിൽ നമ്മൾ പോകാറുമില്ല കല്യാണത്തിനൊന്നും. അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ 100% അവർക്ക് കൊടുക്കും. അവർ അത്രയും 100% കൊടുത്ത് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരിക്കലും ട്രാൻസ് പീപ്പിളിന് ഇഷ്ടപ്പെടില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. നോർമലി ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഓക്കെ ബെറ്റർ ലൈഫ് ഇനിയും കിട്ടാനുണ്ടായിരിക്കും. ഒരു ട്രാൻസ് ആവുമ്പോൾ അവർക്കൊരു അത്ര സ്നേഹം കൊടുക്കുന്ന ഇനിയൊരു ആളെ കാണാൻ കഴിയുമോന്ന് ഒരു പേടി. അതെ, നമുക്ക് ഇനി നമുക്ക് ഇപ്പം ആഷിൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആഷിനെ പോലെ ഒരാളെ എനിക്ക് ഇനി കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതിന് അത്രയും ഇതായി പറയാം. കാരണം അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയാലും അവർ ആൺകുട്ടിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചാന്തുപൊട്ടാ. എത്ര ആൾക്കാർ ഇനി എന്തൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും എത്ര സുന്ദരികളായി നടന്നാലും ആൾക്കാർ നമ്മളെ ചില ആൾക്കാർ ഇട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോഴും ആണ് പെണ്ണായതല്ലേ, ജനിച്ചപ്പോൾ ആണല്ലേ, മണിയല്ലേ, അങ്ങനെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി വരുന്ന കമൻസുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ കണക്കാക്കുകയുള്ളൂ. എത്ര രോഗം എനിക്കറിയില്ല, ഇപ്പോൾ രോഗം പുരോഗം ഇത്ര ഉയർച്ചയിലെത്തി തന്നാലും കുറച്ച് ആൾക്കാരെ അംഗീകരിക്കാൻ കുറേ ആൾക്കാർക്ക് കുറച്ച് മടിയുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പം മുസ്ലിംസ് പറയുകയാണെങ്കിൽ അത് ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, നബി ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൂടെ കൈ പിടിച്ച് ആശി നടക്കുന്നില്ല, ഇത്രയും സമൂഹത്തിന് മുമ്പിൽ എൻ്റെ കൈ പിടിച്ചവൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെറ്റർ ലൈഫ് ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടണം ഒരിക്കലും എനിക്ക് കിട്ടൂല. അതെനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഓക്കെ, ഞങ്ങളത് ആണോ അല്ല ഇപ്പം അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ, ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം പറയാനുണ്ട്. അല്ല അത് ഞാൻ പറയട്ടെ, പുറത്ത് ഇപ്പോ അത് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുള്ള ആരും അങ്ങനെ പറയില്ല. അവര് ഇത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത് എടുത്തു അത് അവർ പ്രൗഡായിട്ട് പറയുന്നുണ്ട്, യെസ് ഐ എം എ ട്രാൻസ് വുമൻ. പക്ഷെ നീ അല്ലേ അങ്ങനെ അയ്യോ ദൈവമേ എനിക്ക് എന്തിനാ ഇത് കൊടുത്തത്, അങ്ങനെ അല്ല നീ അല്ലേ. ഞാൻ മറ്റുള്ള ട്രാൻസ്ഫോമിൻ്റെ ആ ഒരു ഇതൊന്നും ഞാൻ കേൾക്കുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് അടുത്തൊരു ജന്മത്തിൽ ജാസിക പെണ്ണാവണോ ആണാവണോ, അത് ഇങ്ങനെ ഒരു ജന്മം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ജന്മം സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്ന് പരീക്ഷിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത് ഈ ഒരു ജന്മത്തിൽ അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, ഞാൻ വേറൊരാളെയും പറയില്ല. ഓക്കെ എല്ലാവരും അവരെ ലൈഫ് പ്രൗഡാണ്, ഓക്കെ ഐ എം എ ട്രാൻസ് പേഴ്സൺ, ഞാൻ പ്രൗഡാണ് എന്നൊക്കെ പറയണത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ അത് കള്ളത്തരം പറഞ്ഞ പോലെ ആയിപ്പോവും. ഞാൻ എൻ്റെ ലൈഫിൽ പ്രൗഡാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയില്ല ഞാൻ പ്രൗഡല്ല. അത് പ്രൗഡായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഉറപ്പായിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസ് വുമൻസ് ഒരുപാട് നല്ല നല്ല ഉയരങ്ങളിൽ എത്തുന്നുണ്ട്. ഒരുപാട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അത് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ലൈഫ് ഇനി ഒരിക്കലും വേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ.